എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വിഫൈൻഡർ ബിയോണ്ട് യൂറോപ്യൻ കാഴ്ചകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡിൻഡോ തേലപ്പള്ളി. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകതയായിട്ട് മാൾട്ടയിൽ പുതിയതായിട്ട് സംരംഭം കുറിച്ച ഒരു മലയാളിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നു എങ്ങനെ മാൾട്ടയിൽ ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുന്നു, അതല്ലെങ്കിൽ മാൾട്ടയിലുള്ള സംരംഭകരെ ഒന്ന് പരിചയപ്പെടുത്തുമോ എന്നുള്ള നിരവധിയായ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു മലയാളിയുടെ പുതിയ സംരംഭമായ സ്പൈസ് വാലി എന്ന ഷോപ്പിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു പരിശ്രമത്തെ പിന്തുണയ്ക്കേണ്ടത് മാൾട്ടയിലുള്ള മലയാളികളുടെ വലിയൊരു ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും ഈ ഷോപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങളും എങ്ങനെ സംരംഭത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്നുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ആരും മിസ് ചെയ്യരുത്. പൂർണ്ണമായി വീഡിയോ കാണുന്നതിന് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. അപ്പോൾ എല്ലാവരുടെയും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്പൈസ് വാലിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ഒരു നമ്മുടേതായ പ്രൊഡക്റ്റുകളൊക്കെ കാണുമ്പോൾ പ്രത്യേകം നമ്മുടെ എന്താ പറയുന്ന കേരളത്തിൻ്റെതായ ഒരു രുചിക്കൂട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മലയാളി ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മൾ നമ്മുടേതായ ഒരു തനത് രുചിക്കൂട്ടുകൾ, നമ്മുടെ ഭക്ഷണശീലങ്ങളാണ് നമ്മളിപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ തനത് ഐറ്റംസ് കാണുമ്പോൾ പ്രത്യേകം ഒരു അനുഭൂതി എന്നൊക്കെ പറയാവുന്ന രീതി തന്നെയാണ് ഉള്ളത്. ഇവിടെ മാക്സിമം ഒരു ഏഷ്യൻ സ്റ്റോർ എന്ന ഒരു കൺസെപ്റ്റിലാണെങ്കിൽ പോലും നമ്മുടെ കേരള പ്രൊഡക്ട്സ് മാക്സിമം അവിടെ എത്തിക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ അരികളാണെങ്കിലും നമ്മുടെ മറ്റ് മസാല ഐറ്റംസുകളും ഒക്കെ കാണാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ ഏത്തക്കായ, ചേമ്പ്, കപ്പ, തനിനാടൻ കപ്പ, ഇതൊക്കെ കാണുമ്പോഴാണ് പ്രത്യേകം. അതേപോലെ തന്നെ ഇവിടെ വെണ്ടയ്ക്ക, നമ്മുടെ വള്ളിപ്പയറൊക്കെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ മാക്സിമം പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി അദ്ദേഹം ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല ബ്രാൻഡഡ് കമ്പനികളുടേതായ തനത് രുചിക്കൂട്ടുകളും അദ്ദേഹം ഒരുക്കുന്നു. കൂടുതലായിട്ടുള്ള ഒരു മലയാളിക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവരുടേതായ ഏത് ആവശ്യത്തിനും ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ അണിയിച്ചൊരുക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ നമുക്കൊരു മതിപ്പുളവാക്കുന്ന രീതിയിലാണ് ഷോപ്പിൻ്റെ ഒരു ആകത്തുക എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്കിനി കൂടുതൽ വിശേഷങ്ങൾ ഇത് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നതെന്നും അതോടൊപ്പം ഇവിടെ കുറേ മലയാളി സുഹൃത്തുക്കളും ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവരോട് നമുക്ക് കൂടുതലായിട്ട് ചോദിക്കണം എങ്ങനെയുണ്ട് അവരുടെ ഒരു അനുഭവം, ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമ്മുടെ സ്പൈസ് വാല്യുവുമായി ഒത്തുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വെയിറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ മാൾട്ടയിൽ ഒരു സംരംഭം തുടങ്ങാം എന്ന കൺസെപ്റ്റും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലും നമ്മുടെ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ പുട്ടുപൊടി, നമ്മുടേതായ റവ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എന്തായാലും മനസ്സ് നിറഞ്ഞു. കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അപ്പത്തിൻ്റെ പൊടികളാണെങ്കിലും എല്ലാവിധ സാധനങ്ങളും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങളിലേക്ക് തന്നെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നമ്മുടെ ഇവരൊക്കെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഹലോ, എൻ്റെ പേര് ഡോണ, ഇതെൻ്റെ ഭാര്യ ജിജി. ഞാൻ 2.5 കൊല്ലത്തോളമായി മാൾട്ടയിൽ വന്നിട്ട്. ഇവിടെ ബ്രിക്കിക്കാരയിൽ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, മലയാളി ഷോപ്പ്. നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് സൗകര്യപ്രദമായ ഷോപ്പാണ്. നമ്മുടെ മലയാളീസിന് ആവശ്യമുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ ഉണ്ട്. അതായത് അരിയാണേലും, അതായത് സ്പെഷ്യലി മട്ട റൈസ്, പിന്നെ പുട്ടുപൊടി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട സാധനങ്ങൾ, ലഞ്ചിന് വേണ്ട സാധനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഈ ബ്രിക്കിക്കാരി ഏരിയയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു മലയാളി ഷോപ്പ് തുടങ്ങുന്നത്. സോ അത് തന്നെ നമുക്ക് ഒത്തിരി കൺവീനിയന്റ് ആണ്. കാരണം നമ്മളിപ്പം ബ്രിക്കിക്കാരിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനങ്ങൾ കുറവാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്ന് വാങ്ങാം. കൂടാതെ തന്നെ ഇവിടെ ഹോം ഡെലിവറി സർവീസ് ഉണ്ട്. സോ അത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് തൂക്കിപ്പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്ന് ഓർഡർ ചെയ്താൽ മതി. ഇവിടുത്തെ ഓണറായ ജെറി നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ആ ദിവസം തന്നെ ഡെലിവർ ചെയ്യുന്നതാണ്. ഹായ്,
എൻ്റെ പേര് റെയ്ഗൽ എന്നാണ്. ഞാനിവിടെ വന്നിട്ട് 4 വർഷമായി. ഞാനിവിടെ 4 വർഷത്തിന് മുമ്പ് ആദ്യമായിട്ട് വരുമ്പോൾ ഇവിടെ മലയാളികളുടെ ഒരു കട പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാ സാധനങ്ങളും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഞാനിവിടെ ബ്രിക്കിക്കാരത്തിനാണ് താമസിക്കുന്നത്. ഇപ്പം ഇത് വന്നതോട് ഞങ്ങൾക്ക് മലയാളികൾക്ക് എല്ലാവർക്കും വളരെ ഒരു ഉപകാരമാണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇത് നടത്തുന്നത് ഒരു മലയാളിയാണ്. പിന്നെ ഇത് ബ്രിക്കിക്കാര സെന്ററിൽ തന്നെയാണ്. ഇത് മാക്ഡൊണാൾഡിന്റെ സൈഡിലാണ് ഈ ഷോപ്പ് ഉള്ളത്. എല്ലാം കൊണ്ടും നമ്മൾക്ക് ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇപ്പോൾ മാൾട്ടയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളും എൻ്റെ ഫാമിലിയും നല്ല ഹാപ്പിയാണ്. ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് വന്നതിന്. നമ്മുടെ സ്പൈസ് വാലിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് സ്പൈസ് വാലിയുടെ സംരംഭകനായിട്ടുള്ള മലയാളിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ വെൽക്കം ടു അവർ ചാനൽ ജെറിൻ. ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക ആദ്യം. ഹലോ, എന്റെ പേര് ജെറിൻ എന്നാണ്. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഇപ്പൊ മാൾട്ടയിൽ വന്നിട്ട് ഏകദേശം 4 വർഷം ആവുന്നു. എന്താണ് ഇപ്പൊ നമ്മുടെ സ്പൈസ് വാലിയിലേക്ക് എത്തിച്ചേർന്ന ഒരു കാലഘട്ടം വരെയുള്ള മാൾട്ടയിൽ എങ്ങനെ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഞാൻ 2017 വരുന്നത്. ഞാൻ വരുന്നത് സ്റ്റുഡന്റ് വിസയിലാണ്. സ്റ്റുഡന്റ് ആയിട്ടാണ് മാൾട്ടയിൽ എത്തിയത്. പിന്നെ കോഴ്സ് കഴിഞ്ഞ് 2 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ഒരു സംരംഭം സ്വന്തമായിട്ടുള്ള ഒരു സംരംഭത്തിലേക്ക് എത്താനുള്ള ജെറിനെ. ഇപ്പൊ നമുക്ക് ഈ സ്പൈസ് വാലിയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് മറ്റുള്ള സ്റ്റോറുകളുമായിട്ട് മാൾട്ടയിൽ നമുക്ക് പുതിയൊരു സംരംഭത്തിൽ വന്നപ്പോൾ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് മലയാളികൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നതാണ്. അപ്പൊ അവരോട് നമുക്ക് ഈ സ്റ്റോറിനെ കുറിച്ച് വിശേഷം ഒന്ന് പറയാമോ? ഇപ്പൊ മാൾട്ടയിലാണെങ്കിൽ 1-2 മലയാളി ഷോപ്പുകളേ ഉള്ളൂ ഇപ്പൊ. അപ്പം ഈ മാൾട്ടയുടെ സെൻട്രൽ ഏരിയ ആണ് ഇപ്പം ബ്രിക്കൽക്കാരെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ മലയാളികളും താമസിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൊക്കേഷനിൽ ഒരു ഷോപ്പ് തുടങ്ങിയത് ഒത്തിരി സൗകര്യമാണ്. തീർച്ചയായിട്ടും അത് നല്ലൊരു സെൻട്രൽ ലൊക്കേഷൻ തന്നെയാണ് മാൾട്ടയുടെ ബ്രിക്കിക്കര എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും പുതിയൊരു ഇൻഫർമേഷന് വേണ്ടി പറയുന്നതാണ്. നമ്മുടെ മാൾട്ടയിൽ ആദ്യമായിട്ട് വന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇത് നമ്മുടെ മാക്ഡൊണാൾഡ്സിന്റെ സ്റ്റോപ്പാണ്, സൂക്ക് എന്ന് പറയും. ആ ഏരിയയിലാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഇപ്പൊ ഏത് സൈഡിൽ നിന്ന് വന്നാലും സെൻട്രൽ ഒരു ഏരിയ ആണ്. അപ്പൊ ഇനി നമ്മുടെ പ്രൊഡക്റ്റ് വിസിബിലിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ നമ്മൾക്ക് ഇവിടെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മുടെ ഈ കടയിൽ മലയാളികൾക്ക് ആവശ്യമുള്ള നാട്ടിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പച്ചക്കറികളാണെങ്കിലും കപ്പ, ഏത്തക്ക, ചേമ്പ്, വെണ്ടയ്ക്ക, മാങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന അരി ഐറ്റംസ് ആണെങ്കിലും പൊടി ഐറ്റംസ് ആണെങ്കിലും മസാലകളാണെങ്കിലും മാക്സിമം നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ചക്ക വറുത്തത് ഇവിടെ റെഡിയാണ്. ഇവിടെ എരിവുള്ള മിക്സർ, ബോംബെ മിക്സർ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇവിടെ എന്താ ജെറിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണോ? എങ്ങനെ നമ്മുടെ മാക്സിമം നമ്മുടെ ഉള്ള സുഹൃത്തുക്കൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾക്ക് ഫേസ്ബുക്കിലെ പേജ് ഉണ്ട്, പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഫേസ്ബുക്ക് പേജിന്റെ പേരൊന്ന് പറഞ്ഞു എല്ലാവരും. ഫേസ്ബുക്ക് സ്പൈസ് വാലി എന്നുള്ള പേരിൽ തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉള്ളത്. പിന്നെ കൂടുതൽ ആൾക്കാർ നമ്മളെ വാട്സ്ആപ്പ് വഴി കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യാറ്. ഹോം ഡെലിവറി ആണെങ്കിലും നമുക്ക് ഓർഡർ മെസ്സേജ് അയക്കുന്നതിനനുസരിച്ച് നമ്മളത് ഡോർ ഡെലിവറി ചെയ്യാറുണ്ട്. പിന്നെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന മലയാളികൾക്കാണെങ്കിലും ഇപ്പം കൂടുതൽ ആൾക്കാർക്കും നമ്മൾ തന്നെ ഡെലിവറി ചെയ്യാറുണ്ട്, എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ മാൾട്ടയിൽ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്ന് ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തിപ്പെടുന്ന ഒരു ഷോപ്പ് അല്ലെങ്കിൽ സ്വന്തമായ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിപ്പെടുന്ന ഒരു മലയാളി എന്ന നിലയിൽ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഐഡിയ ഇതിലേക്ക് എത്തിപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെയാണ് വഴികൾ തരണം ചെയ്തത്? ഞാനിവിടെ സ്റ്റുഡന്റ് വിസയിൽ വന്ന സമയത്താണെങ്കിൽ ഇവിടെ മലയാളി ഷോപ്പുകൾ കുറവായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു ഷോപ്പ് വരുന്നത് തന്നെ. അപ്പം അന്ന് തൊട്ടേ ഉള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്.
അപ്പൊ അതിനൊത്തിരി കടമ്പകൾ കടക്കേണ്ടി വന്നു. എന്നാലും കുറെ നാളത്തെ പരിശ്രമം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയത്. അപ്പൊ നമുക്ക് അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു കമ്പനി വേണം, ഓൺ കമ്പനി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആ കമ്പനിയുടെ അണ്ടറിലാണ് നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തത്. അപ്പം നമുക്ക് അതിൻ്റെ അണ്ടറിൽ നമുക്ക് ഒരു ടേക്ക് അവേ ഫുഡ് പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിലെ, അതായത് നമ്മുടെ ഗൾഫ് മേഖലയിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പൊ അവിടുത്തെ സാഹചര്യം മോശമായത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു റീലൊക്കേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അവര് നമ്മളോട് തന്നെ മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട്, നമുക്ക് മാൾട്ടയിൽ വരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ പറ്റുമോ എന്ന്. അപ്പൊ ഞാനത് പലരോടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് അപ്പൊ ജെറിന്റെ ഒരു മുഖം ഓർമ്മ വന്നത്. അപ്പൊ ജെറിൻ തന്നെ ഒരു നല്ല ഉത്തരം, അവർക്ക് എങ്ങനെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റേതായ ആവശ്യമായ കാര്യങ്ങൾ എങ്ങനെ തുടങ്ങാൻ പറ്റും എന്നുള്ളത്, അതിന്റെ കാര്യങ്ങളൊന്ന് ലഘുവായിട്ട് ഒന്ന് പറയാമോ? ഇപ്പൊ ഗൾഫിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാം, ഗൾഫിലൊക്കെ ഒരു സ്പോൺസർ ഉണ്ട്. നമ്മളിപ്പോ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും ഇപ്പൊ മാൾട്ടയിലും അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കമ്പനി ആവശ്യമാണ്. അപ്പൊ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൾട്ടി സിറ്റിസൺ നമുക്ക് ഡയറക്ടറായിട്ട് ആവശ്യമുണ്ട്. അതുകൂടാതെ കമ്പനിക്കൊരു സെക്രട്ടറി ഉണ്ടാവണം. പിന്നെ കമ്പനി രജിസ്ട്രേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്പനിയുടെ അണ്ടറിൽ നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഫുഡ് സ്റ്റോറോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം ഗവൺമെന്റിൽ നിന്ന് വേറെ കുറെ അപ്രൂവലിന്റെ ആവശ്യമുണ്ട്, ഹെൽത്തിൽ നിന്നുള്ളതും. പിന്നെ മാൾട്ടയിൽ മെയിനായിട്ട് ഒരു ടൂറിസമാണ് മാൾട്ടയുടെ മെയിൻ. അതുകൊണ്ട് ടൂറിസം അതോറിറ്റിയുടെ അപ്രൂവലും അങ്ങനെ കുറച്ച് കടമ്പകൾ അതിൻ്റെതായിട്ട് കിടക്കാം. ഇതിന്റെ നിയമവശങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് ഇത്ര ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് എമൗണ്ട് ഇവിടെ ഉണ്ടാവണം, നിക്ഷേപിക്കണം എന്ന് വല്ല നോംസ് ഉണ്ടോ? നമുക്ക് നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആണെങ്കിൽ തന്നെ മിനിമം 50,000, നമ്മുടെ നാട്ടിൽ ഒരു 46 ലക്ഷം രൂപ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. മിനിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് മിനിമം ഇത് വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പൊ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചാലാണ് ഒരു കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ഓൺ എക്സ്പീരിയൻസ് എന്നാണ് അദ്ദേഹം നമ്മളോട് ഇത് പങ്കുവച്ചത്. അത് വളരെ പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മലയാളികൾ കുറച്ചുപേര് ഇവിടെ ഷോപ്പിലുണ്ട്. നമുക്ക് ആദ്യമായിട്ട് അവരെ ഒന്ന് പരിചയപ്പെടാം, അവരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാം. നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഇവിടെ പുതിയതായിട്ട് വന്ന ആൾക്കാരാണോ? ഞങ്ങൾ റീസെന്റ് ഒരാഴ്ച ആയതുള്ളൂ. ഓക്കെ, പരിചയപ്പെടുത്താം. പേര് പറഞ്ഞേ. ആനന്ദ്, ആലുവ. എന്റെ പേര് വിഷ്ണു, പത്തനംതിട്ട. എന്റെ പേര് രാകേഷ്, ഞാൻ കോട്ടയം. ഇവിടെ ഇപ്പൊ മാൾട്ടയിൽ വന്നിട്ട് എത്ര നാളായി? ഞങ്ങളിപ്പോ ജസ്റ്റ് 1 വീക്ക് ആയി. ഒരു ഗ്രൂപ്പായിട്ട് വന്നതാണ്. ഒരു ഗ്രൂപ്പാണ്, നഴ്സസ് ആണ്. ഓക്കെ. അപ്പൊ ഇനി ഈ ഷോപ്പ് പുതിയതായിട്ട് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ആർക്കും കുറിച്ചാണ്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം അവരായിട്ട്. ഞങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. വന്ന് കണ്ടിടത്തോളം എല്ലാ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പുതിയതായിട്ട് വന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മുടെ ഒരു സെൻട്രൽ ലൊക്കേഷൻ ആണ് ബർക്കിംഗ്ഹാം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു മലയാളികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വാട്സപ്പിൽ ചേട്ടൻ്റെ നമ്പർ കിട്ടിയിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത്. സോ ഞങ്ങൾക്ക് അത്യാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ പെട്ടെന്ന് ആ ഒരു ഹോം ഫീലിങ്സ് ഒക്കെ മാറാനായിട്ട് നാട്ടിലേക്ക് ഒരു അരി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളിവിടെ തപ്പിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു നമ്പറാണ് ചേട്ടൻ്റെ. അപ്പോൾ അത് വെച്ച് ഫോളോ ചെയ്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഓൾമോസ്റ്റ് നാട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഒരാൾ മാറുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുമ്പം ഇതൊക്കെ ഈ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഫീലിങ്സ് ആണ്. എന്തായാലും ഈ ഒരു സംരംഭത്തിന്
അത് നമ്മുടെ കോഴിക്കോടുകാരനായ ഏറ്റവും നമ്മുടെ ചേട്ടന് ഒരു നല്ലൊരു വിശ്വാസം നമ്മൾ നൽകുകയാണ്. എന്തായാലും തുടർന്നും ഞങ്ങൾക്ക് ഒരു സഹകരണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അത്യാവശ്യം നാട്ടിൽ വരുന്ന ആദ്യം എത്തിയവർക്കൊക്കെ ഈ ഒരു കട ഒരു ഉപകാരപ്രദമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം റീസണബിൾ റേറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ കൂടുതൽ സാധനങ്ങളെല്ലാം ആയിട്ട് വരട്ടെ. എല്ലാം മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. മാൾട്ടയിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളുടെയും ഒരു പ്രത്യേകമായ ഒരു റിക്വസ്റ്റ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനും ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്പൈസ് വാലി എന്ന് പറയുന്ന ഒരു സംരംഭം നമ്മുടെ ഒരു യുവ മലയാളി സംരംഭകൻ തന്നെ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മളെ പോലുള്ളവരുടെ പിന്തുണ വളരെയധികം അദ്ദേഹത്തിന് ആവശ്യമാണ്. കാര്യം പറഞ്ഞാൽ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു ഷോപ്പ് റൺ ചെയ്യുക എന്ന് പറഞ്ഞാലും അതിൻ്റെതായ ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അവരുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാക്സിമം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെതായ എല്ലാ സർവീസും നിങ്ങൾക്ക് അദ്ദേഹം സേവനം ഉറപ്പ് നൽകുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പൈസ് വാലിയുടെ വിശേഷങ്ങളോട് അവസാനിക്കുകയാണ്. അപ്പൊ ജെറിനെ എല്ലാവിധ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാ മലയാളികൾക്കും ഏറ്റവും മികച്ച സേവനം നൽകുന്ന ഒരു ഷോപ്പായിട്ട് സംരംഭമായിട്ട് സ്പൈസ് വാലി ഉയരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.